ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ബീച്ച് വ്ളോഗാണ് ചെയ്യുന്നത്. ആൻഡ് ഷോർട്സിൽ ഒരു പക്ഷേ നിങ്ങൾ കണ്ടു കാണും. നമ്മളിന്ന് ഉഖിയർ ബീച്ചിലേക്കാണ് പോകുന്നത്. ബീച്ചിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. തീരെ ആഴമില്ലാത്ത ബീച്ചാണ് കേട്ടോ. ഇവിടെ ആഴമില്ലാത്ത ബീച്ചുകളാണ്. നമുക്കിങ്ങനെ നോക്കിയാൽ കാണും, നിലംഭാഗം നോക്കിയാൽ ഇങ്ങനെ കാണും. നമുക്ക് എത്ര വേണമെങ്കിലും ഏകദേശം ഒരു അധികം ദൂരം തന്നെ നമുക്ക് നടന്നു പോകാം കേട്ടോ. നമ്മൾ ഇന്നലെ രാത്രി വന്ന് കൂടിയതാണ് സത്യം പറഞ്ഞാൽ. ഡ്രൈവ് ചെയ്ത് വന്ന് ക്ഷീണിച്ചപ്പോൾ ടെൻറ്റുമായിട്ട് നമ്മളവിടെ കിടന്നുറങ്ങി. ഗ്രില്ല് ചെയ്യാനും കാര്യമൊന്നും നിന്നില്ല. മോളും ഹസ്ബൻഡുമാണ് അവിടെ നിൽക്കുന്നത് കാണുന്നത്. ഞാൻ അങ്ങനെ എടുത്തിട്ട് പോയില്ല. ഞാൻ ജസ്റ്റ് അതിൻ്റെ ബിഗിനിങ്ങിൽ നിന്നു. വേറെ ഒന്നുകൊണ്ടല്ല, വെള്ളം നല്ല തണുപ്പായിരുന്നു. വെറുതെ തണുപ്പ്. നമ്മുടെ ബീച്ചിൽ ഇതുപോലെയുള്ള ടെൻറ്റുകൾ ഉണ്ട് കേട്ടോ. ഓൾറെഡി ഇങ്ങനെ ബിൽഡായിട്ടുള്ള ടെൻറ്റുകളുണ്ട്. അതിനുള്ളിൽ നമുക്ക് മറച്ച് കെട്ടിയിട്ട് ടെൻറ്റ് ഇട്ടിട്ടും കിടക്കാം. അങ്ങനെ ഒത്തിരി ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോളിഡേയ്സിലാണ് തിരക്കുണ്ടാവുക. പക്ഷെ ശാന്തമാണ്, അങ്ങനെ കച്ചറകളും കാര്യങ്ങളൊന്നുമില്ല. നല്ല ശാന്തമായ ഒരു ഏരിയയാണ്. ഇവിടെ ഏറ്റവും നല്ലത് ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിവിടെ ഭയങ്കര സേഫാണ്. എങ്ങനെ നടക്കാം, അതായത് ഒറ്റയ്ക്ക് നടക്കാനും കുഴപ്പമില്ല. നമുക്ക് ആരും നമ്മളൊന്നും ചെയ്യില്ല. ഇവിടുത്തെ നിയമങ്ങൾ അത്രയും കണിശമായതുകൊണ്ട് അങ്ങനെയാണ്. പിന്നെ ഒരു സൈഡിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധാരണ പാർക്കുകളിലുണ്ടാകുന്ന പോലെ തന്നെ സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇതുപോലെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഊഞ്ഞാലാടിയും സ്ലൈഡ് പോയും ഒക്കെ ഞങ്ങളും കുറേയൊക്കെ എൻജോയ് ചെയ്തു. മോളും പപ്പയാണ്. പിന്നെ അല്ലറ ചില്ലറ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ യൂഷ്വലി രാവിലെ തിരിച്ചു പോരാറുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് അധികം വെയിലൊരു ചൂടില്ലാത്തതുകൊണ്ട് കുറച്ച് അധികം സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത്, ബീച്ചിൻ്റെ തൊട്ടപ്പുറത്ത് ലേക്ക് ഏരിയ ഉണ്ട്. അത് കുറച്ചും കൂടെ ഇതിന് നല്ല ഭംഗിയാണ് കാണാൻ. ശരിക്കും ഒരു വിദേശ രാജ്യത്ത് എന്ന പോലത്തെ ഒരു ഫീലാണ് അവിടെ കാണാനുള്ളത്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ട ബീച്ചിലേറും ഇച്ചിരി ആഴം കൂടുതലാണ്. പക്ഷെ നമുക്ക് സ്വിം ചെയ്യുകയൊക്കെ ചെയ്യാം. വലിയ ആളുകൾക്ക് സ്വിം ചെയ്യാം. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.